ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ജനറേറ്റർ കാര്യങ്ങൾ, അതായത് സാധാ KSEB അതിൻ്റെ കൂടെ തന്നെ ജനറേറ്റർ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ ചേഞ്ച് ഓവർ വെക്കാവുന്ന ചേഞ്ച് ഓവർ ഐസൊലേറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ കാണുന്നത് ചേഞ്ച് ഓവറാണ് വരുന്നത്. ആദ്യത്തെ ചേഞ്ച് ഓവർ അതിൻ്റെ കറക്റ്റായിട്ട് ജസ്റ്റ് നിങ്ങൾ കണക്ഷനൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ പറയുന്ന അതിൻ്റെ പൊസിഷൻ കാണിച്ചു തരാം. ആദ്യം 3 സ്റ്റെപ്പാണ് വരുന്നത്. സെൻട്രൽ ഓഫ് പൊസിഷൻ, ഏറ്റവും താഴെ നമുക്ക് ഏതാണ് കൊടുക്കുന്നത് അത് ഫസ്റ്റ് ഔട്ട്പുട്ട് വരുന്നു. ഇനി ഏറ്റവും മുകളിലേക്ക് വരുന്ന സെൻട്രൽ ഓഫ്, ഏറ്റവും മുകളിലത്തെ എന്ന് പറയുന്നത് ഏത് പൊസിഷനാണെന്ന് വെച്ചാൽ അടുത്ത പൊസിഷൻ. ഈ കാണുന്ന എല്ലാമാണ് ഔട്ട്പുട്ട് വരുന്നത്. RYB പിന്നെ ബ്ലാക്ക്, അതായത് ന്യൂട്രൽ. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഈ ഇന്നിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ KSEBയുടെ RYBയും പിന്നെ ന്യൂട്രും, പിന്നെ അത് കൂടാതെ തന്നെ കണ്ടോ R എന്ന് പറയുന്നത്, Y എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത്, പിന്നെ ന്യൂട്രൽ. പിന്നെ വരുന്ന അടുത്ത സെക്ഷനിൽ കണ്ടോ എണ്ണം കൂടുതലും കാണാൻ സാധിക്കും. കണ്ടോ 2 ഇൻപുട്ട് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ജനറേറ്ററും ഒന്ന് നമ്മൾ ഈ പറയുന്ന KSEBയുടെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ RYB എന്ന് പറയുന്ന ഓപ്ഷനും പിന്നെ ന്യൂട്രും കൂടി കൊടുത്തു. അതിനുശേഷം രണ്ടാമത് കണ്ടോ ആദ്യത്തെ സെക്ഷനിൽ തന്നെ രണ്ടാമത് കാണിക്കുന്നത് ജനറേറ്ററിൻ്റെ RYB കണ്ടോ RYB, അതായത് സിംഗിൾ ഫേസ് ജനറേറ്റർ നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് ലൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് ജനറേറ്റർ ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് തന്നെ RYB എന്ന് പറയുന്ന പോലെ തന്നെ KSEBയിലുള്ള പോലെ തന്നെ RYB പിന്നെ ബ്ലാക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഫേസ് ആയതുകൊണ്ടാണ് ഒരു ന്യൂട്രും ബാക്കിയെല്ലാം ഒറ്റ ഫേസ് ആയതുകൊണ്ടാണ് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതിലേക്കാണോ തിരിച്ചിടുന്നത്, അതായത് ഏത് സെലക്ടർ സ്വിച്ച് മാറ്റിയിടുന്നത്, ഫസ്റ്റ് നമ്മൾ ഏറ്റവും താഴെ ഇടുന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊടുത്ത് KSEB ആയതുകൊണ്ട് KSEB ഒന്നും സെൻട്രൽ ഓഫ്, ഏറ്റവും മുകളിലേക്ക് നമ്മൾ ഈ പൊസിഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഐസൊലേറ്ററിൻ്റെ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്ററാണ് വരുന്നത്. ആദ്യം താഴെയാണ് കിടന്നത്, ഓഫ് പൊസിഷൻ സെൻറ്ററിൽ വരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണോ ഔട്ട്പുട്ട് വരുന്നത് രണ്ടാമത്തെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഔട്ട്പുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ജനറേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ജനറേറ്ററിലേക്ക് കിട്ടും. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് KSEB ആണ്. ഏറ്റവും താഴെ കിടക്കുന്നത് KSEBയുടെ 3 ഫേസ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന സമയത്ത് 2 ഫേസ്, ഓരോ ഫേസിൽ വെച്ചിട്ട് 2 ഇൻപുട്ട് വെച്ചിട്ടാണ് വരുന്നത്. അതായത് റെഡ് ഫേസ് 2 എണ്ണം, Y ഫേസ് 2 എണ്ണം, ബ്ലൂ ഫേസ് 2 എണ്ണം, 2 ന്യൂട്രൽ. ഔട്ട്പുട്ട് വരുന്നത് കോമൺ ആണ്. RYB എന്ന് പറയുന്ന ഓരോ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ ഔട്ട്പുട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടുത്തത് കണ്ടോ Y എന്ന് പറയുന്ന ഓപ്ഷനിൽ അതിനുണ്ടാവില്ല. ഈ അടുത്ത Y എന്ന് പറയുന്ന അതിൽ ജനറേറ്റർ ആയതുകൊണ്ട് അത് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകളിൽ ജനറേറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ KSEBയുടെ ലൈനോ ജസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, വീടുകളിലേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കമേഴ്ഷ്യൽ പർപ്പസായ ബിൽഡിങ്ങുകൾക്കാണ് കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചേഞ്ച് ഓവർ എങ്ങനെ കൊടുക്കാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn.